അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് അഡ്വാൻറ്റേജസ് ഓഫ് ഗ്ലോബലൈസേഷൻ ആയിരുന്നു. ഗ്ലോബലൈസേഷൻ കൊണ്ട് രാജ്യങ്ങൾക്ക് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ലോകത്തിനുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അതിൻ്റെ മോശം വശങ്ങളാണ്, അതായത് ഡിസഡ്വാൻറ്റേജസ്, നമുക്ക് ദോഷമായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദർ ഇസ് എ സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ് ഇൻ ദ ഫ്ലോ ഓഫ് സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് സൈമൾട്ടേനിയസ്ലി ഫ്രം ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് അക്രോസ് ദ വേൾഡ്. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ജോലി കിട്ടുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ജോലിക്ക് അപേക്ഷിക്കുകയാണെന്ന് വിചാരിക്കുക, പുറത്തായിക്കോട്ടെ നമ്മുടെ രാജ്യത്തിനകത്തായിക്കോട്ടെ, എല്ലാവരും നോക്കുന്നത് സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സാണ്. അതായത് ഇന്ന് എല്ലാവർക്കും വേണ്ടത് നല്ല ശമ്പളം കിട്ടുന്ന, വളരെ സ്കില്ലുള്ള, ഒരുപാട് ക്വാളിഫിക്കേഷൻസ് ഉള്ള വർക്കാണ് എല്ലാവരും അന്വേഷിക്കുന്നത്. നല്ല ശമ്പളം കിട്ടുന്നത് അതിനാണ്. അപ്പോൾ ഈ അൺസ്കിൽഡ് ആയിട്ടുള്ള സാധാരണ ജോലികൾക്ക് ആളെ കിട്ടാതെ വരിക, അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട്. മാത്രമല്ല, ദ ഗ്ലോബൽ കമ്പനീസ് ആർ സെർച്ചിങ് ദ ചീപ്പോ ലേബേഴ്സ് ടു എക്സ്ട്രാക്ട് മാക്സിമം ബെനിഫിറ്റ് അറ്റ് ദ മിനിമം എക്സ്പെൻസ്. അപ്പോൾ വലിയ വലിയ കമ്പനീസിലേക്ക് ഇപ്പോൾ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നതൊക്കെ അവരെത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അവരെ എത്ര ചീപ്പായിട്ട് ചെറിയ ശമ്പളത്തിന് കൂടുതൽ ജോലി ചെയ്യുന്ന ആൾക്കാരെയാണ് ഇപ്പം എല്ലാ കമ്പനീസും നോക്കുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്കിൽഡ് അൺസ്കിൽഡ് വർക്ക് എന്നുള്ള ഒരു രീതിയിലേക്ക് ഇന്ന് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. മാത്രമല്ല, രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദ പോപ്പുലർ റിയാക്ഷൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ മേ ബി വയലന്റ് ഇൻ ദ സെൻസ് ഓഫ് പീപ്പിൾ ആർ മോർ ഇൻട്രസ്റ്റഡ് ഇൻ മെയിൻറ്റെയിനിങ് ദ ട്രഡീഷൻസ് ആൻഡ് കസ്റ്റംസ് അസോസിയേറ്റഡ് വിത്ത് ദ വേൾഡ് കൾച്ചർ. In such a situation, the control of a handful of companies over global media may restrict expression of culture. അതായത് നമ്മൾ ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു ലോകമേ തറവാട് അല്ലെങ്കിൽ ഒറ്റ കൾച്ചർ എന്നുള്ളതിലേക്ക് മാറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കെ ആളുകൾക്ക്, നമ്മൾക്കായാലും ആർക്കായാലും നമ്മളുടെ സംസ്കാരമാണ് കൂടുതലായിട്ടും ഇഷ്ടപ്പെടുന്നത്, അല്ലേ? ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഓരോ ഓണം ആണെങ്കിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ റംസാൻ ആണെങ്കിൽ റംസാൻ സെലിബ്രേറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ റിലീജിയസ് കൾച്ചറലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വലിയ വലിയ കമ്പനീസ് ഇല്ലെങ്കിൽ ലോകം എന്ന് പറയുന്ന ഒരു കാര്യം ഇത്തരത്തിലുള്ളതിന് വലിയൊരു സ്കോപ്പ് കൊടുക്കുന്നില്ല, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥ വരുന്നുണ്ട്. അതായത് ആളുകൾ കൂടുതലായിട്ട് അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഫോളോ ചെയ്യുക എന്നുള്ളതിനെ എല്ലാവരും എതിർക്കുന്ന ഒരു അവസ്ഥ ഇന്ന് കണ്ടുവരുന്നുണ്ടെന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ്, the main drawback of globalization that it is enhances possibilities of uni-intentional transportation of diseases between countries. അതായത് ഇന്ന് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ്, ഈ ഗ്ലോബലൈസേഷൻ വഴി ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ട്, നമുക്കെല്ലാം ലഭിക്കുന്നുണ്ട്, അല്ലേ? ഇപ്പോൾ എവിടെയെങ്കിലും പുതിയൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ആയി കഴിഞ്ഞാൽ അത് പെട്ടെന്നാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത്. അതേപോലെ തന്നെയാണ് ഡിസീസസിൻ്റെ കാര്യം. ഇപ്പോൾ കോവിഡ് ആയപ്പോലും എങ്ങനെയാണ് വളരെ പെട്ടെന്നാണ് ലോകം മൊത്തം വ്യാപിച്ചത്. ഒരു ചെറിയ പ്രദേശത്തുണ്ടായിരുന്ന അസുഖം എത്ര പെട്ടെന്നാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ ജീവനെടുത്തത്. ഇത് ഗ്ലോബലൈസേഷൻ്റെ ഒരു ബാഡ് ആയിട്ടുള്ള വശമാണ്. കാരണം പണ്ടൊക്കെ പ്ലേഗ് പോലെയുള്ള അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ ഒരു 10 ലക്ഷത്തിൽ താഴെ ആൾക്കാരെ മരണപ്പെട്ടുള്ളൂ. കാരണം എന്താണ്, ആളുകളുടെ ട്രാൻസ്പോർട്ടേഷൻ കുറവായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ആളുകൾക്ക് ട്രാൻസ്പോർട്ടേഷൻ കടൽമാർഗവും കരമാർഗവും വായുമാർഗവും ഒക്കെ പോകാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഡിസീസസ് സ്പ്രെഡ് ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ്, ദ ഗ്ലോബലൈസേഷൻ ഗിവ്സ് ബർത്ത് ടു മണി ഓറിയന്റഡ് ലൈഫ് സ്റ്റൈൽസ് ആൻഡ് സെൽഫിഷ് ആറ്റിറ്റ്യൂഡ്സ് വിച്ച് മേ കൺസിഡർ കൺസെപ്ഷൻ ഓഫ് എ മീൻ ടു അറ്റൈൻ ഓവറോൾ എക്കണോമിക് അഫ്ലുവൻസ്. അതായത് ഇന്നെല്ലാവരും ജീവിക്കുന്നത് എന്തിനാണ്? സമ്പാദിക്കാനാണ്, അല്ലേ? ഇപ്പം എല്ലാവർക്കും സമ്പത്ത് മാത്രം മതി എന്നുള്ള അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലോബലൈസേഷൻ കാരണമാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഏറ്റവും ബെസ്റ്റ് ആക്കാൻ നോക്കുകയാണ് എല്ലാവരും. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത് വെച്ചാൽ നമ്മൾ കൂടുതലൊരു സെൽഫിഷ് ആറ്റിറ്റ്യൂഡിലേക്ക് മാറും. മനസ്സിലായില്ലേ? നമ്മളെല്ലാവരും സ്വാർത്ഥരാകും. മറ്റുള്ളവരെന്തെങ്കിലും വാങ്ങുമ്പോൾ നമ്മൾക്കും അസൂയ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളും വാങ്ങാനായിട്ട് ആഗ്രഹിക്കും. ഒരുപാട് കടങ്ങളെടുക്കും, ലോണുകളെടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഇതൊക്കെ ഈ ഒരു ഗ്ലോബലൈസേഷൻ കൊണ്ടുണ്ടായതാണ്. ഓക്കെ, നമ്മൾ മറ്റുള്ളവരെ അനുകരിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലും ഇതുവഴി ഒരുപാട് മാറുന്നുമുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ കൂടുതൽ ലൈഫ് എന്നുള്ള കാര്യത്തിന് വാല്യൂ കൊടുക്കുന്ന ഒരു സ്പിരിച്വൽ ഇതൊക്കെ വിട്ടിട്ട് ആളുകൾ കൂടുതലായിട്ടും അത്യാഗ്രഹികളായിട്ട് മാറുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ ഇൻക്രീസസ് ദ പോസിബിലിറ്റീസ് ഓഫ് സിവിൽ വാർ ബിറ്റ്വീൻ ദ ഡെവലപ്ഡ് നേഷൻസ് ആൻഡ് ഓപ്പൺസ് ബാറ്റിൽ ബിറ്റ്വീൻ ദ ഡെവലപ്പിംഗ് നേഷൻസ് ഫോർ ഗെറ്റിംഗ് ഹോൾഡ് ഓഫ് അവൈലബിൾ റിസോഴ്സസ്. അതായത് നമ്മൾ കോൾഡ് വാർ ഒക്കെ അറിയുമെന്നറിയില്ല. കോൾഡ് വാർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ശീതയുദ്ധം.
അതായത് സോവിയറ്റ് യൂണിയൻ അമേരിക്ക തമ്മിലുണ്ടായ ഒരു ഇന്റേണൽ വാറാണ്, ആഭ്യന്തര യുദ്ധം എന്നൊക്കെ പറയില്ലേ. അങ്ങനെ പുറത്ത് യുദ്ധമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അഭിപ്രായങ്ങൾ തമ്മിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഇന്ന് നമ്മൾ അമേരിക്ക, ചൈന എന്നുള്ള രാജ്യങ്ങൾ എടുക്കുക. അവർ ഒരു ആരാണ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് പവർ എന്നറിയാനുള്ള ഒരു മത്സരത്തിലാണ് ഈ രണ്ട് രാജ്യങ്ങൾ. അപ്പൊ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ രാജ്യങ്ങളെയൊക്കെ ഇവർക്ക് കൂട്ടുപിടിക്കും. ചൈന, അമേരിക്ക ഡെവലപ്ഡ് കൺട്രീസ് ആണ്. ഇതൊരു എക്സാമ്പിളാണ്, ഈ പോയിന്റ് മാത്രം ഓർത്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് രാജ്യങ്ങൾ ആരാണ് ഏറ്റവും ബെസ്റ്റ് നോക്കാൻ ഇവരെന്ത് ചെയ്യും, മറ്റ് രാജ്യങ്ങളെ കൂടെ കൂട്ടും. അപ്പൊ ഇതിന്റെ ബലിയാടുകളാവുന്നത്, സ്കേപ്പ് ഗോട്ടായിട്ട് മാറുന്ന ആരാണ്, ഈ ചെറിയ രാജ്യങ്ങളാണ്. പക്ഷെ ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുന്നത് ഈ പറയുന്ന ഡെവലപ്ഡ് കൺട്രീസിന്. അപ്പൊ ഇങ്ങനെയുള്ള സിവിൽ വാറുകൾക്ക് ഒരു വലിയ റീസൺ ആണ് ഈ ഗ്ലോബലൈസേഷൻ. ഓക്കെ, നമ്മൾ ഇതിനു മുമ്പുള്ള പോയിന്റ് പറഞ്ഞതാണ്, എല്ലാവരും മണി ഓറിയന്റഡ് ലൈഫാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആവാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു സിവിൽ വാറിന് സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇപ്പൊ ഇന്ത്യ, ചൈന ആയാലും ഉള്ളിൽ പ്രശ്നങ്ങളുണ്ട്, ഇന്ത്യ പാകിസ്ഥാൻ ആയാലും പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളുടെ ഇടയിലും പരസ്പരം ഒരു സിവിൽ വാർ, ഒരു ആഭ്യന്തര യുദ്ധം എപ്പോഴും നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഒരു പോയിന്റ്, ഗ്ലോബലൈസേഷൻ ടെൻസ് ടു റെഡ്യൂസ് എൻവയോൺമെന്റൽ ഓണസ്റ്റി because of the corrupt companies make use of weak authoritarian rules of the developing nations. അതായത് ഗ്ലോബലൈസേഷൻ എന്ന് പറയുമ്പോൾ ഈ എൻവയോൺമെന്റ്, പ്രകൃതിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഗ്ലോബലൈസേഷൻ ഇപ്പോൾ ഒരു ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറയുമ്പോൾ ലോകം മൊത്തം അതിനുവേണ്ടി ചർച്ച ചെയ്യുകയും സൊല്യൂഷൻ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുപാട് മോശം കമ്പനീസുകൾ, കറപ്റ്റഡ് കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില രാജ്യങ്ങളിലെ നിയമങ്ങൾ വളരെ വീക്കായിരിക്കും. ഓക്കെ, വലിയൊരു ഈ പ്രകൃതിക്കൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത നിയമങ്ങളായിരിക്കും ആ രാജ്യത്തുണ്ടാവുക. അപ്പൊ അത്തരം രാജ്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ അതിലെ വീക്ക് പോയിന്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ഇവരെന്ത് ചെയ്യും, ഒരുപാട് കറപ്ഷൻ കാണിക്കും. പ്രകൃതിയെ ഒന്നും നോക്കാണ്ട് വലിയ ഇപ്പൊ സ്യൂവേജ് ആയിക്കോട്ടെ, ഇലക്ട്രിസിറ്റി ആയിക്കോട്ടെ, ഒന്നും കറക്റ്റ് ഒരു പ്രോപ്പർ സെക്യൂരിറ്റി ഇല്ലാണ്ട് ചെയ്യും. അപ്പൊ ഇതുവഴി എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മുടെ ഈ എൻവയോൺമെന്റിനെ ഒരുപാട് മോശമായിട്ട് ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അടുത്ത പോയിന്റ്, the escalation in the possibility of economic disturbance in a one particular country affects the economic balance of the other nations as well. അപ്പോൾ ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ അതെല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ പ്രശ്നം നടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് മറ്റു രാജ്യങ്ങളൊക്കെ ഒരു പരിധിയിൽ അത് ബാധിക്കുന്നുണ്ട് അല്ലേ, പല രീതിയിൽ അത് ബാധിക്കുന്നുണ്ട്. അവരുടെ ഓരോ രാജ്യത്തിന്റെ സെക്യൂരിറ്റിയെ ബാധിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ വേറൊരു റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ കോവിഡ് എന്ന് പറയുന്ന കാര്യം, അത് ഒരു രാജ്യത്തെ മാത്രമല്ല ബാധിക്കുന്നത്, എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടുന്നു. മനസ്സിലായില്ലേ? പെട്രോൾ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുമ്പോൾ എന്ത് ചെയ്യും, ഓരോ രാജ്യത്തും പെട്രോളിനും ഡീസലിനും വില കയറും. അപ്പൊ അവിടെ അത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഡിപ്പെൻഡഡ് ആയി ജീവിക്കുമ്പോൾ ഒരാൾക്ക് വരുന്ന പ്രശ്നം എല്ലാവരെയും ബാധിക്കുമെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അത് ഇൻ എ സെൻസ് ഗുഡാണ്, എന്നാൽ വേറൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അതൊരു മോശം കാര്യമാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, എല്ലാവരും ഡിപ്പെൻഡഡ് ആണെന്ന് മനസ്സിലാക്കാം. നെക്സ്റ്റ് പോയിന്റ്, ദ കമേഴ്ഷ്യൽ പവർ ഓഫ് നേഷൻ സ്റ്റേറ്റ് increases for more than ordinary individuals and civil society institutions. ഈ പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ കൂടുതലായിട്ട് ഈ നിയമങ്ങൾ അംഗീകരിക്കുക, ഇല്ലെങ്കിൽ സാധാരണ ജീവിതം വിട്ടുകൊണ്ട് ഒരു കൊമേഴ്ഷ്യൽ ലൈഫ്, കൊമേഴ്ഷ്യൽ ലൈഫ്, ലാവിഷായി ജീവിക്കുക, ഇല്ലെങ്കിൽ കൂടുതൽ സാമ്പത്തിക അടിസ്ഥാനത്തിൽ കച്ചവടമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാനാണ് ഇന്ന് എല്ലാവരും താല്പര്യപ്പെടുന്നത്. അങ്ങനെയുള്ളൊരു അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, വിത്ത് ദ റാപ്പിഡ് സ്പ്രെഡ് ഓഫ് ഗ്ലോബലൈസേഷൻ ദർ ആർ ചാൻസസ് ഫോർ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ലൈക്ക് WTO ടു വയലേറ്റ് ബോത്ത് ദ നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ സോവറിനിറ്റി. അതാണ് ഈ ഗ്ലോബലൈസേഷന്റെ ഒരു സ്പീഡായിട്ടുള്ള ഒരു സ്പ്രെഡ് കൊണ്ട്, ഈ ഒരു വളർച്ച കൊണ്ട് WTO പോലെയുള്ള ഓർഗനൈസേഷൻസിന് പല റൂൾസുകളും വയലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നല്ല ബന്ധമുണ്ടെങ്കിലും ഈ ട്രേഡിന്റെ റീസൺ വരുമ്പോൾ ആ രാജ്യങ്ങളെ ദേഷ്യപ്പെടുത്തേണ്ടതായിട്ട് ഇല്ലെങ്കിൽ ചൊടിപ്പിക്കേണ്ട അവസ്ഥകൾ ഉണ്ടാവാൻ കാരണമാവും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഗ്ലോബലൈസേഷൻ ഇൻക്രീസ്ഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വർക്കിംഗ് ക്ലാസ് ഓർ ദി ലേബർ ക്ലാസ് ഓഫ് ദി സൊസൈറ്റി. ഈ ഗ്ലോബലൈസേഷൻ കൊണ്ട് സമൂഹത്തിലെ വർക്കിംഗ് ക്ലാസ്, ഈ അധ്വാനിക്കുന്ന വിഭാഗത്തിനെ വീണ്ടും എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറും.
നമുക്ക് തന്നെ അറിയാവുന്നതാണ്, ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇന്ന് ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ. സർക്കാർ ജോലിയിലാണ് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നുള്ള അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിൽ ഗ്ലോബലൈസേഷൻ, ഈ പറയുന്ന കൊമേഴ്ഷ്യൽ ലൈഫിലേക്ക് ആളുകൾ മാറുന്നതുകൊണ്ടാണ്, സെൽഫിഷ് ആറ്റിറ്റ്യൂഡ് ഫോം ആവുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ വർക്കിംഗ് ക്ലാസ്സിനെതിരെയുള്ള എക്സ്പ്ലോയിറ്റേഷൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഈ ഗ്ലോബലൈസേഷൻ കാരണം എന്നാണ് പറയുന്നത്. Next point, globalization intensifies commercial competition among the developed and developing nations is an attempt to improve their respective economic conditions. ഇന്ന് ഒരു രാജ്യം നല്ല നിലയിൽ വളർച്ച പ്രാപിച്ചിരിക്കുന്ന ഒരു രാജ്യത്തെ കണ്ടു കഴിഞ്ഞാൽ അടുത്തുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യും? അതേപോലെ എങ്ങനെയെങ്കിലും നമ്മുടെ രാജ്യം ഏറ്റവും ബെസ്റ്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന രീതിയാണുള്ളത് അല്ലേ. ഇപ്പം ആ രാജ്യത്ത് എന്തെങ്കിലും ഒരു പുതിയ കാര്യം വന്നാൽ നമ്മുടെ രാജ്യത്തും വരും. അങ്ങനെ എങ്ങനെ ഏറ്റവും ബെസ്റ്റ് ആവാന്നുള്ളൊരു മത്സരത്തിലാണ് എല്ലാ രാജ്യങ്ങളും. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? എക്കണോമിക് കണ്ടീഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും, കൊമേഴ്ഷ്യൽ കോമ്പറ്റീഷൻ, സാമ്പത്തികപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വ്യാപാരപരമായിട്ടുള്ള കോമ്പറ്റീഷൻ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാവുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. The existing gap between the rich and poor nations is widened more and with the advent of globalization. അപ്പോൾ ദരിദ്ര രാജ്യങ്ങളുണ്ട്, സമ്പന്ന രാജ്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഈ രണ്ട് റിച്ച് ആൻഡ് പുവർ എന്നുള്ളത് ഒരു വലിയൊരു ഡിഫറൻസിയേഷൻ, വലിയൊരു ഗ്യാപ്പ് ഇവരുടെ ഇടയിൽ ഉണ്ടാവുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് സമ്പന്നമായ രാജ്യങ്ങൾ സമ്പന്നമായിക്കൊണ്ടേയിരിക്കുന്നു, ദരിദ്ര രാജ്യങ്ങൾ ഡേ ബൈ ഡേ ദരിദ്രരായിക്കൊണ്ടേയിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഒരു രീതിയിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ ആണ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ഗ്ലോബലൈസേഷൻ ഹാസ് മെയ്ഡ് ദ സ്മോൾ കൊമേഴ്ഷ്യൽ സെക്ടേഴ്സ് ടു സ്ട്രഗിൾ ഹാർഡ് ഫോർ എക്സിസ്റ്റൻസ് ആൻഡ് എസ്റ്റാബ്ലിഷ് ദെയർ ട്രേഡ്. എന്താണ്? ഈ ചെറുകിട വ്യവസായങ്ങൾ ഉണ്ടാവും അല്ലേ. ചെറുകിട വ്യവസായങ്ങൾക്ക് ഇന്ന് മുന്നോട്ട് പോകാന്ന് വെച്ചാൽ വലിയ കഷ്ടമുള്ള കാര്യമാണ്. എന്തുകൊണ്ടാണ്? അവർക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. അവർക്ക് ഈ മത്സരത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അവർ അത്രയും എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇന്ന് വലിയ വലിയ ബ്രാൻഡുകൾക്ക് കിട്ടുന്ന അതേ ഉൽപ്പന്നങ്ങൾ തന്നെയായിരിക്കും ഈ സ്മോൾ സ്കെയിൽ ആയിട്ട് ഉണ്ടാക്കുന്നുണ്ടാവുക. പക്ഷെ അവരോടൊത്ത് മത്സരിച്ച് ആ ഒരു ബ്രാൻഡിന്റെ പരസ്യവും കാര്യങ്ങളൊക്കെ കൊണ്ട് അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ട് പല കമ്പനികൾക്കും, ചെറിയ കമ്പനികൾക്ക് സാധിക്കണം എന്നില്ല. ചിലപ്പോൾ ഇവരായിരിക്കും, ഈ കുഞ്ഞു കമ്പനികളായിരിക്കും ഏറ്റവും ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടാവുക. അത് വെച്ച് നോക്കുമ്പോൾ മറ്റുള്ളവരുടെ ഒട്ടും ക്വാളിറ്റി ഇല്ലെങ്കിലും ഈ ഒരു മത്സരത്തിൽ പിടിച്ചു നിൽക്കാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന സ്മോൾ കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രീസിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഒരുപാട് ബാധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റാണ് ഇതിൽ പറയാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.